ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്ത ബ്ലാസ്റ്റേഴ്സിന്റെയും ഗോവയുടെയും മത്സരത്തിന് മുമ്പായിക്കൊണ്ട് ഗോവൻ പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ കുറിച്ചും ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കൂടാതെ ജോഷുവ പരിക്കൊക്കെ മാറിക്കൊണ്ട് പരിശീലനം ആരംഭിച്ചു എന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് FC മത്സരം FC ഗോവയ്ക്കെതിരായിട്ടാണ്. ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത് ഈ വരുന്ന ഞായറാഴ്ച രാത്രി 7:30 കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോം മത്സരം കൂടിയാണ്. ഏതായാലും നിലവിലിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും FC ഗോവയുടെയും മത്സരത്തിന് മുമ്പായി കൊണ്ട് ഗോവയുടെ മുഖ്യ പരിശീലകനായ മനോളോ മാർക്കസ് ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. മനോളോ മാർക്കസിന്റെ വാക്കുകൾ ഇപ്രകാരം: നിലവിൽ ഞങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള പരാജയങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വളരെയധികം ശക്തരായിക്കൊണ്ട് തിരിച്ചു വരിക എന്നത് മാത്രമാണ് ഞങ്ങളുടെ നിലവിലെ ലക്ഷ്യം. ഇത് കൂടാതെ ഞങ്ങളുടെ അടുത്ത മത്സരം കൊച്ചിയിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് FCക്കെതിരായിട്ടാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്ന ടീം വളരെ ശക്തരാണ്. ഇത് കൂടാതെ അവർക്ക് ഏറ്റവും നല്ല മികച്ച രീതിയിലുള്ള ഒരു ആരാധക കൂട്ടായ്മയും ഉണ്ട്. ഏതായാലും ഞങ്ങൾ ഈ ഒരു മത്സരം മികച്ച രീതിയിൽ തന്നെയാണ് കളിക്കാൻ ശ്രമിക്കുക. ഏതായാലും ഈ കാര്യങ്ങളൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCക്കെതിരായുള്ള മത്സരത്തിന് മുന്നോടിയായിക്കൊണ്ട് FC ഗോവയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC പരിക്കുകളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു നിലവിൽ തന്നെയാണ് ഇപ്പോൾ FC ഗോവ എന്ന ക്ലബും ഉള്ളത്. അവരുടെ മികച്ച താരങ്ങൾക്കെല്ലാം തന്നെ നിലവിൽ പരിക്കു പറ്റിയിട്ടുണ്ട്. കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് ഈ ഒരു ISLന്റെ 10ാം സീസണിലെ സെക്കൻഡ് ലെഗ് പോരാട്ടങ്ങൾ തുടങ്ങിയതിനു ശേഷം ഒരൊറ്റ വിജയം പോലും ഇതുവരെ ആയിട്ടും സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. കളിച്ച 3 മത്സരങ്ങളും തോൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിലവിൽ ഏതായാലും ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC 5ാം സ്ഥാനത്തും 4ാം സ്ഥാനത്ത് FC ഗോവയുമാണുള്ളത്. ഏതായാലും ഈ ഒരു മത്സരത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടാതെ ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമോ അല്ലെങ്കിൽ പരാജയപ്പെടുമോ എന്നുള്ളതെല്ലാം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഇത് കൂടാതെ നമുക്കറിയാം, ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഈ ഒരു 10ാം സീസണിലെ തുടക്കം മുതൽ വളരെ മികച്ച രീതിയിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് FC എല്ലാ മത്സരങ്ങളും കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തുമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ സെക്കൻഡ് ലെഗ് പോരാട്ടങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായ പരാജയങ്ങൾ മാത്രമാണ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് തോൽവികളും വില്ലനായി വന്നിരിക്കുന്നത് ടീമിലെ തുടർച്ചയായ പരിക്കുകൾ കൂടിയാണ്. നിരവധി സൂപ്പർ താരങ്ങൾക്കാണ് ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിൽ നിന്നും പരിക്ക് പറ്റി പുറത്തേക്ക് പോവേണ്ടി വന്നിട്ടുള്ളത്. ഏറ്റവും അവസാനം നടന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന താരമായ സച്ചിനും ലെസ്കോവിച്ചിനും പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. കൂടാതെ കഴിഞ്ഞ ചെന്നൈയിൻ FCക്കെതിരായുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിന് മുമ്പായി കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ക്യാമ്പിൽ നിന്നും പുറത്തു വന്ന ഒരു ഇഞ്ചറി അപ്ഡേറ്റ് ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ താരമായ ദിമിത്രിയോസിന് പരിക്കു പറ്റിയിട്ടുണ്ട് എന്നത്. ചെന്നൈക്കെതിരായ മത്സരം ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ പരിക്കു പറ്റിയ താരത്തിന് മത്സരത്തിൽ കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡോസ് മുന്നേറ്റ നിരയിൽ ഉണ്ടാവും എന്ന് തന്നെയാണ്. കൂടാതെ നമുക്കറിയാം, ഈ ഒരു ISLന്റെ 10ാം സീസണിലേക്ക് വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FC ആദ്യം തന്നെ സൈൻ ചെയ്ത ഒരു ഏഷ്യൻ കോട്ട സൈനിങ് ആയിരുന്നു ജോഷുവ സ്വെറ്റീരിയോ എന്ന സൂപ്പർ താരം. ഏറ്റവും നിരാശ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ആയിട്ടും ജോഷുവ എന്ന ഈ ഒരു സൂപ്പർ താരത്തിന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു മത്സരം പോലും കളിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം താരത്തിന് പരിശീലനത്തിനിടെയായിരുന്നു പരിക്കു പറ്റിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് താരം പരിക്കൊക്കെ മാറിക്കൊണ്ട് പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ്. ചിലപ്പോൾ ഈ ഒരു 10ാം സീസണിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി താരം കളിക്കാൻ സാധ്യതയുമുണ്ട്. കാരണം ബ്ലാസ്റ്റേഴ്സിലെ ഒരുപാട് താരങ്ങൾക്ക് നിലവിൽ പരിക്കു പറ്റിയിട്ടുണ്ട്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എത്രയും പെട്ടെന്ന് ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.